ഹലോ നമസ്കാരം. എല്ലാവർക്കും സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈമിലേക്ക് സ്വാഗതം. കനകച്ചിലങ്ക എന്ന നോവലിൻ്റെ 9ാമത്തെ അധ്യായത്തിലേക്ക്. എൻ്റെ മടിയിൽ മുഖം ചേർത്ത് അവൻ ആർത്തലച്ച് കരഞ്ഞു. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല, ഒന്നും ഊഹിക്കാനും കഴിഞ്ഞില്ല. ഡോക്ടർ സദാശിവൻ ദീർഘമായിട്ടൊന്ന് നിശ്വസിച്ചു. വീണ്ടും തുറന്നു. അവൻ തികച്ചും ഒരു സ്വപ്നജീവിയാണെന്ന് എനിക്കറിയാമായിരുന്നു. ഒരുപക്ഷെ അവൻ്റേത് വളരെ നിസ്സാരമായ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമെന്ന് ഞാൻ കരുതി. അതുകൊണ്ട് അവൻ ശാന്തനാകാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. പിന്നെ സാവധാനം ആവശ്യപ്പെട്ടു, പറയൂ, എല്ലാം വിശദമായിട്ട് പറയൂ. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെ വിശദമാക്കണം ഡോക്ടർ? പാർവതി എൻ്റെ ജീവനാണ്. എന്നിട്ടും അവളുടെ ശരീരം എനിക്ക് അനാവശ്യമായി തീർന്നിരിക്കുന്നു. ഒരു സ്വാഭാവിക ദാമ്പത്യം എനിക്ക് അസാധ്യമായി തീർന്നിരിക്കുന്നു. എന്തോ ഒരു കഴിവുകേട് എന്നെ ബാധിച്ചിരിക്കുന്നു. എനിക്കിനിയും വിശദമാക്കാൻ കഴിയില്ല ഡോക്ടർ. വീണ്ടും അവൻ കരയാൻ തുടങ്ങി. നോക്കൂ മനു, ഞാൻ അവൻ്റെ മുഖം പിടിച്ചു ഉയർത്തി. ആ ആക്സിഡൻറ്റ് നിൻ്റെ മനസ്സിനെ ബാധിച്ചിരിക്കുന്നു. മനസ്സിനെയല്ല, ശരീരത്തിനെ, അവൻ തർക്കിച്ചു. നോ, അത് അസാധ്യമാണ്. ഞാനൊരു നോവലിൽ വായിച്ചിട്ടുണ്ട്, ഒരു മോട്ടോർ ആക്സിഡൻറ്റ് മൂലം ലൈംഗിക ശേഷി നഷ്ടപ്പെട്ട ഒരു കഥാപാത്രത്തെക്കുറിച്ച്. അയാളുടെ അതിഭയങ്കരമായ ദുരവസ്ഥ. ഡാം, എനിക്ക് വല്ലാതെ ശുണ്ഠി വന്നു. ഒരു നല്ല മുഹൂർത്തം സൃഷ്ടിക്കാൻ വേണ്ടി കഥാകൃത്തുക്കൾ അങ്ങനെ പലതും എഴുതി വയ്ക്കും. അല്ല ഡോക്ടർ, ഞാനിപ്പോൾ അനുഭവസ്ഥനാണ്. നോ, ആക്സിഡൻ്റ് അല്ല. മുമ്പെന്നോ വായിച്ച ആ നോവലിലെ ഓർമ്മയാണ് മനുവിനെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. എന്തോ അവൻ വിങ്ങിപ്പൊട്ടി. ഞാനിപ്പോൾ ആകെ കുഴപ്പത്തിലായിരിക്കുന്നു. ഏതായാലും മനു ഒരു മനോരോഗ ചികിത്സകനെ കാണണം. എല്ലാം ശരിയാവും. നിന്റെ മനസ്സിനാണ് കുഴപ്പം. ഫിസിക്കലി യു ആർ വെരി ഫിറ്റ്. തുറന്നാവും വിധം ഞാൻ അവനെ സമാധാനിപ്പിച്ചു. അന്ന് ഞാൻ അവനെ കുറിച്ച് കൊടുത്ത ട്രാങ്കിലൈസറിൻ്റെ പ്രിസ്ക്രിപ്ഷനാണ് കുട്ടി ഇപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഡോക്ടർ സദാശിവൻ ജിജിയെ നോക്കി മന്ദഹസിച്ചു. അന്ന് മനുവിനെയും പാർവതിയും ഇവിടെ നിന്നും യാത്രയാക്കും മുമ്പ് എനിക്ക് പാർവതിയുമായിട്ട് സംസാരിക്കാൻ അവസരം ലഭിച്ചു. മനുവിൻ്റെ അപ്പോഴത്തെ അവസ്ഥ അവരെ വേർതിരിച്ചേക്കുമോ എന്ന് പോലും എനിക്ക് ഭയം ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഞാൻ പാർവതിയുമായിട്ട് തനിച്ച് സംസാരിക്കാൻ ആഗ്രഹിച്ചത്. മനുവിന് വേണ്ടി മാതാപിതാക്കളെ വിട്ടുപോന്നവളാണ് പാർവതി. അവൻ്റെ ഒപ്പമുള്ള ജീവിതം ഒരുപക്ഷെ പരാജയമായിട്ട് ഭാവിച്ചാൽ അവളുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ഞാൻ അന്വേഷിച്ചു. അല്പം മുമ്പ് കുട്ടി പറഞ്ഞ അതേ വാചകങ്ങൾ തന്നെ പാർവതിയും പറഞ്ഞു. മനുവിൻ്റെ നിശ്വാസമായി തങ്ങി നിൽക്കുന്നിടത്തു നിന്നും അല്ലാതെ അവൾക്ക് ശ്വാസമായി സ്വീകരിക്കാനാവില്ലത്രേ. ഒരു കുഷ്ഠരോഗിയായി തീർന്നാൽ പോലും മനുവിൻ്റെ ഒപ്പമേ അവൾ ജീവിക്കുകയുള്ളൂ അത്രേ. അവൾക്ക് മനുവിൻ്റെ മുഖം കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം മതിയത്രേ. ഞാൻ അവളെ ആശംസിച്ചു. പാർവതിയുടെ സ്നേഹവും നന്മയും മനുവിൻ്റെ സംശയങ്ങളെ അകറ്റുമെന്നും അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാകുമെന്നും ഞാൻ പ്രതീക്ഷിച്ചു. പിന്നീട് അവരെക്കുറിച്ച് ഞാൻ അറിയുന്നത് ഇപ്പോഴാണ്. മനുവിൻ്റെ ഭാര്യയെന്ന് ജിജി സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ ആദർശം പ്രസംഗിച്ച പാർവതി മനുവിനെ ഉപേക്ഷിച്ച് പോയി കാണുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ പാർവതി മരിച്ചു എന്ന അറിവ് എനിക്കൊരു ഷോക്കായിരുന്നു. ഇപ്പോഴതെന്നെ വേദനിപ്പിക്കുന്നു. അത്ര നല്ലൊരു കുട്ടിയായിരുന്നു അവൾ. ആട്ടെ ഡോക്ടർ, ഒരു സംശയം കൂടി, ജിജി ചോദിച്ചു. മനുവിൻ്റെ കുഴപ്പം യഥാർത്ഥത്തിൽ മാനസികം മാത്രമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ആ ആക്സിഡൻറ്റ് അവൻ്റെ കാലിൽ ചെറിയൊരു ഫ്രാക്ചർ ഉണ്ടാക്കി. മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെന്നാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം. അപ്പോൾ മനുവിൻ്റെ കുഴപ്പം സ്വന്തം പൗരുഷത്തിലുള്ള സംശയമാണ് ആ ആക്സിഡൻറ്റിൻ്റെ മറ്റൊരു കാരണവും. എൻ്റെ ഊഹത്തിൽ മറ്റൊരു കാരണവും കാണുന്നുണ്ട്. മനു പാർവതിയെ ജീവനിലുപരി സ്നേഹിച്ചിരുന്നു എന്നത് സത്യം. അവളെ സ്വന്തമാക്കുക എന്നത് അവൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. സ്വന്തമാക്കും മുമ്പ് അവളോട് അവന് ലൈംഗിക അഭിനിവേശം തോന്നിയിരുന്നതായിട്ടും പറഞ്ഞിട്ടുണ്ട്. പാർവതി സ്വന്തമായതോടെ അവനിൽ മാറ്റമുണ്ടായത് ഇതെന്നെ സംശയിപ്പിക്കുന്നു. മനുവിനെ സംബന്ധിച്ചിടത്തോളം പാർവതി ഒരു ദേവിയോ പൂജാവിഗ്രഹമോ ഒക്കെ ആയിരുന്നിരിക്കാം. അല്ലെങ്കിലും വിലമതിക്കാനാവാത്തൊരു നിധി, ഒരു മനുഷ്യ സ്ത്രീ എന്നതിനേക്കാൾ അമൂല്യമായ ഒരു അചേതന വസ്തുവായിട്ടാവാം അവനവളെ കരുതിയത്. അണിഞ്ഞാൽ മാറ്റു കുറയുമെന്ന് കരുതി കനകം പെട്ടിയിൽ സൂക്ഷിക്കുന്ന സ്ത്രീകൾ പോലും ഉണ്ട്. പിശുക്കനും ധനം അനുഭവിക്കാനല്ല, കൂട്ടിവെച്ച് ആസ്വദിക്കാനാണ്. ആരാമത്തിൽ വിടർന്നു നിൽക്കുന്ന പൂവിൻ്റെ ഭംഗിയോ സുഗന്ധമോ അല്പം മാറി നിന്ന് ആസ്വദിക്കാനാവാതെ തൊട്ട് കേടുവരുത്തിയാൽ പോലും ശ്രമിക്കാത്ത പുഷ്പപ്രേമികളുണ്ടോ? സ്വന്തമായതോടെ പാർവതിയോടുള്ള ശരീരത്തിൻ്റെ അവൻ്റെ ഭ്രമം നഷ്ടമായിരിക്കാം. ഭാര്യയെ സൗന്ദര്യ വസ്തുവായി സൂക്ഷിക്കാൻ ശ്രമിച്ചവരുണ്ട്.
ഭാര്യയിലെ ദേവിയെ, അമ്മയെ ദർശിച്ചു ലൈംഗിക ബന്ധം അസാധ്യമായി തീർന്നവരുണ്ട്. പാർവതിയോടുള്ള അതിരുകടന്ന ആരാധനയും ഭക്തിയും അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ നിന്നും അവൻ്റെ മനസ്സിനെ നിഗൂഢമായി വിലക്കിയിരിക്കാം. എങ്കിൽ മറ്റു സ്ത്രീകളോടെങ്കിലും ആ താല്പര്യം തോന്നേണ്ടതല്ലേ? അതെ, അതിസുന്ദരിയായ ഭാര്യയെ വിട്ട് വൃത്തികെട്ട വേലക്കാരികളെ തേടുന്നവരുണ്ട്. സൗന്ദര്യം കണ്ടു മോഹിച്ച് വിവാഹം ചെയ്തിട്ട് ഭാര്യയുടെ ആ സൗന്ദര്യം പിന്നീട് കഷായമായി തീർന്നവരുണ്ട്. മധുരിക്കുന്ന പഴച്ചാറ് നീക്കി വെച്ചിട്ട് ചവർക്കുന്ന മദ്യമെടുത്ത് മോന്തുന്നവരില്ലേ? മനുവിന് പാർവതി നിഷിദ്ധമായത് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ഞങ്ങളുടെ ബന്ധത്തിന് ഇപ്പോൾ 6 മാസം പ്രായമായി. ഇതുവരെ ഞങ്ങൾ തമ്മിൽ പെട്ടെന്ന് ജിജി മുഖം കുനിച്ചു. എനിക്ക് മനുവിനെ മനസ്സിലാവുന്നില്ല തീരെയും. ഒരു ഭാര്യ എന്ന നിലവിട്ട് ഒരു മനോരോഗ ചികിത്സക എന്ന നിലയിൽ നിന്നും മനുവിനൊന്ന് പഠിച്ചു നോക്കൂ, ഡോക്ടർ സദാശിവൻ നിർദ്ദേശിച്ചു. വളരെ ത്രില്ലിംഗ് ആയിരിക്കും ആ അന്വേഷണം. മനു എന്തെങ്കിലും മനോരോഗ ചികിത്സകരെ സമീപിച്ചതായിട്ട് ഡോക്ടർക്ക് അറിയുമോ? ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ നഴ്സിംഗ് ഹോമിൽ നിന്ന് പോയ ശേഷം മനുവിനെക്കുറിച്ച് എനിക്ക് യാതൊന്നും അറിയില്ല. അവനെക്കുറിച്ച് പിന്നീട് ഞാൻ കേൾക്കുന്നത് തന്നെ ജിജിയിൽ നിന്നുമാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ മനു എല്ലാം തികഞ്ഞവനാണ്. എന്നിട്ടും വിരൂപനോ അംഗവിഹീനനോ ദരിദ്രനോ ആയ ഒരാളെപ്പോലെ മനു കടുത്ത അപകർഷതാബോധത്തിൻ്റെ അടിമയായിരിക്കുന്നു. സ്വന്തം മേന്മകളെക്കുറിച്ചും അതിൻ്റെ തികച്ചും അജ്ഞാതമായതുകൊണ്ടാവാം മനു ഇങ്ങനെയായത്, ജിജു പറഞ്ഞു. ഡോക്ടർ സദാശിവൻ മെല്ലെ ചിരിച്ചു. മനുഷ്യർ 2 തരം വ്യക്തിത്വങ്ങളുടെ ഉടമകളാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. മിന്നാമിനുങ്ങിൻ്റെയും കസ്തൂരിമാനിൻ്റെയും തരക്കാർ. തൻ്റെ പൃഷ്ഠത്തിലെ ഇത്തിരി വട്ടം കൊണ്ടാണ് ഈ ഭൂമി പ്രകാശിക്കുന്ന വിശ്വസിക്കുന്ന മിന്നാമിനുങ്ങളുടെ ലോകത്തിൽ സ്വന്തം ശരീരത്തിൽ നിന്നും പ്രസരിക്കുന്ന അപൂർവ സുഗന്ധം തിരിച്ചറിയാനാവാതെ അതിൻ്റെ ഉറവിടം തേടിയലയുന്ന കസ്തൂരിമാനാണ് മനു. സാരമില്ല ഡോക്ടർ, എനിക്ക് മിന്നാമിനുങ്ങളെക്കാൾ ഇഷ്ടം കസ്തൂരിമാനുകളാണ്. മനു എന്ന കസ്തൂരിമാനിനെ അതിൻ്റെ സുഗന്ധം ബോധ്യപ്പെടുത്തി കൊടുക്കാനാവുമോ എന്ന് ഞാനൊന്ന് ശ്രമിക്കട്ടെ. നല്ല കാര്യം, എൻ്റെ ആശംസകൾ. എൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ക്ഷമയോടെ വിശദമായി മറുപടി തന്ന് സഹായിച്ചതിന് ഡോക്ടറോടുള്ള എൻ്റെ നന്ദി ഞാനും അറിയിക്കുന്നു. ജിജി എഴുന്നേറ്റു. സന്തോഷം. ഡോക്ടർ സദാശിവൻ കൈകൾ കൂപ്പി. എങ്കിലും ഒരിക്കൽ കൂടി ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. എന്നിൽ നിന്ന് ലഭിച്ച അറിവുകൾ നിങ്ങളുടെ ബന്ധത്തെ ദൃഢമാക്കാനേ പ്രയോജനപ്പെടുത്താവൂ. വഴക്കിട്ട് പിരിയാനായിട്ട് അവ ഉപയോഗിക്കരുത്. ഇല്ല ഡോക്ടർ, മരണം കൊണ്ടേ ഞങ്ങൾ പിരിയൂ. ജിജി തിരിഞ്ഞു നടന്നു. സാവധാനം പുറത്തേക്ക് നടന്നു. ഹംസ തടാകത്തിൻ്റെ ഗേറ്റ് കടന്ന് ജിജിയുടെ വാടക വണ്ടി തടാകക്കരയിൽ ചെന്ന് നിന്നു. ടാക്സി ഫെയർ കൊടുത്ത ശേഷം ജിജി കാറിൻ്റെ വാതിൽ തുറന്ന് പുറത്തു കടന്നു. ഓട്ടുമണികൾ പതിച്ച പ്രധാന വാതിൽ ജിജി പുറത്തു പോയപ്പോൾ ചാരിയപടി തന്നെ ഉണ്ടായിരുന്നു. ഗ്യാരേജിൽ കാറുമില്ല. മനു വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ആള് സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിൽ കനത്ത മുഖവുമായി പൂമുഖത്ത് തന്നെ കാണുമായിരുന്നു. ഏതായാലും ഒരു പെട്ടിത്തെറി ഒഴിവായുവാൻ സാധിച്ചല്ലോ. ഭാഗ്യം. ജിജി മെല്ലെ അകത്തേക്ക് കടന്നു. താൻ പുറത്തു പോയതും ഡോക്ടർ സദാശിവനെ കണ്ടതും മനു അറിയണ്ട. കോലപ്പൻ തന്നെ ഒറ്റിക്കൊടുക്കുകയില്ലെങ്കിൽ കാര്യം വിജയിക്കും. ജിജി സ്വന്തം മുറിയിലേക്ക് നടക്കവേ പെട്ടെന്ന് പിടിച്ചു നിർത്തപ്പെട്ടതുപോലെ നിന്നുപോയി. മനുവിൻ്റെ കിടക്കറയിൽ നിന്നും വീണയുടെ ശബ്ദം. പരിചിതമായ രാഗം. പദവും സുവ്യക്തമാണ്. അല്പനേരത്തേക്ക് ജിജി ഒരേ നില നിന്നു. പിന്നെ ശബ്ദം കേൾപ്പിക്കാതെ മനുവിൻ്റെ കിടക്കറയിലേക്ക് അടിവെച്ചു. ആട്ടുകെട്ടിലും മനു, അരികിൽ കാസറ്റ് റെക്കോർഡർ. താൻ എത്തും മുമ്പേ മനു എത്തിയിരിക്കുന്നു. താൻ പുറത്തുപോയത് മനു അറിഞ്ഞിരിക്കുന്നു. ഇനി തളർന്നിട്ട് കാര്യമില്ല. തൻ്റെ അടുത്തോടെ നേരിടുക തന്നെ. മനു എപ്പോൾ വന്നു? തികഞ്ഞും സാധാരണ മട്ടിൽ ജിജി ആരാഞ്ഞു. മനു സാവധാനം തിരിഞ്ഞു നോക്കി. ഞെട്ടലല്ല, ഒരുതരം തണുത്ത ഭാവമാണ് ആ മുഖത്ത്. മെല്ലെ കൈയെത്തിച്ച് കാസറ്റ് റെക്കോർഡർ ഓഫാക്കി. ഗ്യാരേജിൽ വണ്ടി കാണാതിരുന്നപ്പോൾ മനു എത്തിയിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. ജിജി പതിയെ ഒന്ന് പുഞ്ചിരിച്ചു. ഞാൻ കാറിലല്ല വന്നത്. കോലപ്പൻ ഫോൺ ചെയ്തപ്പോൾ ഒരു ഓട്ടോ പിടിച്ചു പോന്നു. ഗ്യാരേജിൽ കാർ കണ്ടാൽ ഞാൻ എത്തിയ വിവരം നീ മുൻകൂർ അറിയും. എന്നെ ബോധിപ്പിക്കാൻ ഒരു മറുപടി തയ്യാറാക്കി വെക്കും. ഇപ്പോൾ അതിന് സമയം കിട്ടിയിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു. മനുവിന് തെറ്റി. ഇവിടെ നിന്ന് പുറപ്പെടും മുമ്പേ മനുവിന് നൽകാനുള്ള മറുപടി ഞാൻ തയ്യാർ ചെയ്തിരുന്നു. പക്ഷെ നിന്റെ റെഡിമെയ്ഡ് മറുപടികൾ ഞാനിന്ന് വിശ്വസിക്കലടി കൊടിച്ചിപ്പട്ടി. അലറിക്കൊണ്ട് മനു ചാടി എഴുന്നേറ്റു. ജിജി തയ്യാറാകും മുമ്പേ മനുവിൻ്റെ വലങ്കൈ അവളുടെ ഇരു കവളിലും മാറി മാറി പതിച്ചു. യു നാസ്റ്റി പ്രോസ്റ്റിറ്റ്യൂട്ട്, ഐ വിൽ കിൽ യു, ഐ വിൽ കിൽ യു. അധ്യായം 26.
കുറച്ചു സമയത്തെ ഘനീഭവിച്ച നിശബ്ദത. നിശ്ചലതയ്ക്ക് ശേഷം ജിജി തികഞ്ഞ ശാന്തസ്വരത്തിൽ മനുവിനോട് പറഞ്ഞു, മാനസിക പീഡനങ്ങൾക്ക് ശേഷം ഇപ്പോഴിതാ മനു ശാരീരിക പീഡനം ആരംഭിച്ചിരിക്കുന്നു. സാരമില്ല, എന്നെ അടിച്ചത് വെച്ചാൽ എനിക്ക് ദേഷ്യമില്ല. എനിക്ക് സങ്കടം പാർവതി ഓർത്താണ്. ഒരിക്കൽ മനു പാർവതിയെ ഇതുപോലെ അടിച്ചിട്ടുണ്ട്. ഇരു കവളിലും മാറി മാറി. ആ രംഗം ഞാൻ മനസ്സിൽ കാണുന്നുണ്ട്. പാവം പാർവതി. എന്നെ വിളിച്ചതുപോലെ നിങ്ങൾ ആ സാധുവിനെയും പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിച്ചിട്ടുണ്ട്. എനിക്കറിയാം, തീർച്ചയായും അറിയാം. നോ, മനു ഒച്ച വെച്ചു. അവൾ ദേവിയാണ്, എൻ്റെ പാറു, എൻ്റെ ദേവിയാണടി. അതുകൊണ്ടാവും അവളെ ചിത്രമാക്കി ചില്ലുകൂട്ടിലിട്ട് നിങ്ങൾ ചുമരിൽ തൂക്കിയത്. മനുവിന് ഒരു ഞെട്ടലുണ്ടായി. നീ എന്തു പറഞ്ഞു? ഒരു സത്യം മനു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ ഒഴിച്ചുള്ളവരെല്ലാം വെറും വിഡ്ഢികളാണെന്ന്. നിങ്ങൾ മാത്രമേ ഒരു മിടുക്കനുള്ളൂ എന്ന്. നോക്കൂ, ആ ധാരണ തെറ്റാണ് ഫ്രണ്ട്. മനുവിൻ്റെ നേരിയൊരു തളർച്ച പ്രകടമായി. അവൻ്റെ ശിരസ് മെല്ലെ കുനിഞ്ഞു. ജിജി അല്പം കൂടി ഉഷാറായി. നോക്കൂ മനു, എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മനു പാർവതിയെ കഠിനമായി സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. പാർവതി എന്നെഴുതിയ കാസറ്റ് ഞാൻ പ്ലേ ചെയ്ത് കിട്ടും. ഏതോ ഒരുവൻ്റെ പേരിൽ മനു പാർവതിയെ സംശയിച്ചിരുന്നു, തടവിലിട്ടിരുന്നു. ഏതോ ഒരുവനല്ല, വീണ്ടും മനുവിൻ്റെ ശബ്ദമായിരുന്നു. എൻ്റെ അനിയൻ സിബി. ജിജി സ്തബ്ധയായി. അവൻ എന്ത് ചെയ്തു എന്നാണ്? നിന്നോട് പെരുമാറിയതുപോലെ തന്നെ അവൻ അവളുടെ അടുത്ത് ഷോമാവാൻ ശ്രമിച്ചു. നിനക്ക് തന്തൂരി ചിക്കൻ ഉണ്ടാക്കി തന്ന പോലെ അവൻ അവൾക്ക് പാലട പ്രഥമൻ ഉണ്ടാക്കി കൊടുത്തു. ഇടയ്ക്കിടെ അവൾക്ക് കത്തെഴുതി, സമ്മാനങ്ങൾ അയച്ചു. എന്നെ കാണാനെന്ന വ്യാജനെ അവളെ കാണാനായി ഇവിടെ വരാൻ ശ്രമിച്ചു. അതുകൊണ്ട് അവനിവിടെ വരുന്നത് ഞാൻ വിലക്കി. എന്തിനു വിലക്കി? പാർവതി അവന് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് കത്തും സമ്മാനങ്ങളും അയച്ചു. കാണാൻ ശ്രമിച്ചു. അത് തെറ്റോ? അപ്പോൾ അവനതെല്ലാം നിൻ്റെ അടുത്തും സമ്മതിച്ചിട്ടുണ്ട് അല്ലേ? സമ്മതിച്ചിട്ടുണ്ട്. പാർവതിയെപ്പോലെ തന്നെ അവൻ എന്നെയും സ്നേഹിക്കുന്നുവെന്ന്. സ്വന്തം ജ്യേഷ്ഠത്തിയായി, ജ്യേഷ്ഠൻ്റെ ഭാര്യയായിട്ട്, അവൻ്റെ ഒരു സഹോദരിയായിട്ട്. അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ കാമുകിയായിട്ടല്ല. അത്തരക്കാർ ഭൂമിയിൽ ധാരാളം കാണും. തരം കിട്ടാൽ ഏതിടപെടും വ്യഭിചാരമാക്കി മാറ്റുന്നവർ. പാർവതിക്കോ ജിജിക്കോ നിങ്ങളുടെ സഹോദരനോ അത്തരം ദുഷിച്ച മാനസികാവസ്ഥ ഉണ്ടായിട്ടില്ല. മനു മറുപടി പറഞ്ഞിട്ടില്ല. വിമിഷ്ടത്തിലോടെ തിടുക്കത്തിൽ ശ്വാസം അയച്ചുകൊണ്ട് ജിജിയിൽ നിന്നും മുഖം തിരിച്ചു നിന്നു. മനു, ജിജി വിളിച്ചു. മനു നീരസത്തിൽ അവളെ നോക്കി. മനു ഒരിക്കലും പാർവതിയെ സംശയിച്ചിരുന്നു. ഇപ്പോൾ എന്നെയും. ഭാര്യയെ സംശയിക്കുകയും തടവിലിടുകയും ചെയ്യുന്ന ഭർത്താക്കന്മാരെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അത്തരക്കാരെ സൃഷ്ടിക്കുന്ന രണ്ട് അവസ്ഥകളാണ്. ഒന്ന് തീരാത്ത കുറ്റബോധം, മറ്റൊന്ന് കടുത്ത അപകർഷതാബോധം. കുറ്റബോധത്തിന് ഇട നൽകുന്നതൊന്നും മനു ചെയ്തിട്ടില്ലെങ്കിൽ രണ്ടാമത്തതാവും കാര്യം, അപകർഷതാബോധം. പക്ഷെ എത്ര ആലോചിച്ചിട്ടും അതിൻ്റെ കുറവ് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് എന്താണൊരു കുറവ്? സുന്ദരനല്ലേ? ആരോഗ്യവാനല്ലേ? ചെറുപ്പക്കാരനല്ലേ? നിങ്ങളുടെ ഭാര്യയായി ഞാൻ പറയുന്നു, ഏത് പെണ്ണും മോഹിക്കുന്ന പുരുഷനാണ് നിങ്ങൾ. നിങ്ങളെപ്പോലൊരുവൻ്റെ ഭാര്യയായി തീർന്ന പെണ്ണ് മറ്റൊരു പുരുഷനെ തേടിപ്പോടേണ്ട ആവശ്യമുണ്ടോ? പറയൂ. പിന്നെന്തിനാ നിങ്ങളിങ്ങനെ ഭയപ്പെടുന്നു മനു? എന്ത് മറുപടി പറയണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു മനു. അപ്പോഴും ജിജി തുടർന്നു. മനുവിനറിയാമോ, കിടക്കറ ബന്ധം പോലും നിഷേധിക്കപ്പെട്ട ഭാര്യയാണ് ഞാൻ. എന്നിട്ടും നിങ്ങളെ വിട്ടുപോകാൻ എനിക്ക് തോന്നില്ല, മറ്റൊരുവനെക്കുറിച്ച് ചിന്തിക്കാനും. എൻ്റെ വിശ്വാസം എന്നേക്കാളും നന്മയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു പാർവതി എന്നാണ്. എന്നിട്ടും നിങ്ങൾ അവളെ ക്രൂശിച്ചു. അടിസ്ഥാനമില്ലാത്ത സംശയങ്ങളുടെ പേരിൽ മറ്റുള്ളവരെ സംശയിച്ചതും മാപ്പാക്കാം. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളെപ്പോലും സംശയമാണ്, സ്വന്തം പൗരുഷത്തിൽ പോലും. ജിജി ആ വിളിയിൽ താക്കിയതായിരുന്നു. ജിജി അത് ഭാവിച്ചില്ല, കേട്ടതായി പോലും. സ്വന്തം സുഗന്ധം തിരിച്ചറിയാനാവാത്ത കസ്തൂരിമാനാണ് നിങ്ങൾ. എങ്കിലും മിന്നാമിനുങ്ങളുടെ ഈ ലോകത്ത് നിങ്ങളൊരു അപൂർവ സൃഷ്ടിയാണ് മനു. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ നിങ്ങളിങ്ങനെ സ്വയം നശിക്കുന്നത് എനിക്ക് സഹിക്കുന്നില്ല. നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണാം മനു, പ്ലീസ്. എല്ലാറ്റിനും ഒരു പരിഹാരമുണ്ട്. ഏതവസ്ഥയിലും ഞാൻ മനുവിൻ്റെ ഒപ്പം ഉണ്ടാകും. മറുപടിക്കായി ജിജി മനുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ തുള്ളികൾ ഉറവയിടുന്നത് അവൾ കണ്ടു. മനു മെരുങ്ങുന്നതായിട്ട് ജിജിക്ക് തോന്നി. എന്നാൽ പെട്ടെന്ന് അവൻ അവളെ കടന്ന് പുറത്തേക്ക് പോയി. മനു വിളിച്ചുകൊണ്ട് ജിജി പിന്നാലെ ചെന്നു. അവളിൽ നിന്നും രക്ഷപ്പെടാനെന്നോണം അവൻ അതിദ്രുതം നടന്നു. ഒടുവിൽ അതൊരു ഓട്ടമായി. പ്രധാന വാതിൽ കടന്ന് ഗേറ്റ് കടന്ന് അവൻ അപ്രത്യക്ഷമായി. തൻ്റെ നീക്കം തെറ്റിയോ എന്നായി ജിജിയുടെ സംശയം. കമ്പക്കെട്ടിന് മേലെ തീ പകർന്നിടുകയാണോ താൻ ചെയ്തത്? മനുവിന് ഭ്രാന്ത് പിടിച്ചിരിക്കുമോ? അവളാകെ അസ്വസ്ഥയായി. എന്തുവേണമെന്നറിയാതെയായി. അവൾ തിരികെ സ്വന്തം മുറിയിലെത്തി.
നിലക്കണ്ണാടിയിലെ സ്വന്തം മുഖത്തിൻ്റെ പ്രതിഫലനം അവളെ വീണ്ടും മാറ്റി. ഇരു കവളിലും മനുവിൻ്റെ വിരൽപ്പാടുകൾ, ചുവന്ന തിണർത്ത മുഖം. അവളുടെ നെഞ്ചിൽ രോഷം കത്തിയുയരുന്നു. സ്വന്തം ദൗർബല്യം മറച്ചുവെച്ച് അന്യരെ ശിക്ഷിച്ച് മിടുക്കനാവുകയാണ് മനു. വെറുതെ ഒച്ചയിടാൻ മാത്രം കഴിയുന്ന സാധു എന്നാണ് കരുതിയിരുന്നത്. എന്നാ ഇപ്പം മനസ്സിലായി, ആളുകളെ ദേഹോപദ്രവം ഏൽപ്പിക്കാനും മോശമല്ല. പാർവതിയെ മനു അടിച്ചിരിക്കണം. സിബിയുടെ കത്ത് വന്നിട്ടുള്ളപ്പോൾ, അവനയച്ച സമ്മാനങ്ങൾ എത്തിക്കഴിയുമ്പോൾ, അവൻ്റെ സന്ദർശനം ഉണ്ടായിരുന്നപ്പോഴെല്ലാം. അതുമാത്രമോ, സ്വന്തം മാതാപിതാക്കളുമായി ബന്ധപ്പെടുന്നതിൽ നിന്നും പോലും മനു അവളെ വിലക്കിയിരുന്നല്ലോ. പാവം പാർവതി. മനുവിൻ്റെ അനുജൻ അവൾക്ക് സ്വന്തം സഹോദരനായിരുന്നിരിക്കാം. മനു നൽകിയ സങ്കടങ്ങൾ അവൾ സ്വന്തം മാതാപിതാക്കളിൽ നിന്നും ഒളിച്ചുവെച്ചു. ലോകദൃഷ്ടിയിൽ മനുവിനെ അവൾ ദൈവമാക്കി. അസംതൃപ്തരായ ഭാര്യമാരെല്ലാം പരപുരുഷന്മാരെ തേടിപ്പോകുന്നത് വികലസങ്കല്പമല്ലേ? ആ സംശയമല്ലേ മനുവിനെ സംശയാലുവായ ഭർത്താവാക്കി മാറ്റിയത്? സുപരിചിതമായ സ്ത്രീ ഏത് സാഹചര്യത്തിലും സ്വന്തം അന്തസ്സ് പരിപാലിക്കും. വ്യഭിചാരവാസനയുള്ളവൾ എത്ര കരുത്തനായ ഭർത്താവിൻ്റെ പിടിയിലും ഒതുങ്ങി നിൽക്കുകയില്ല. പാതിവ്രത്യത്തിൻ്റെ വ്യഭിചാരത്തിലും പിന്നിൽ പ്രവർത്തിക്കുന്നത് സാഹചര്യമല്ല, വ്യക്തിയുടെ ജന്മവാസനയാണ്. അത്രയും ചിന്തിക്കാൻ മനുവിന് കഴിഞ്ഞിട്ടില്ല. ഡോക്ടർ സദാശിവൻ പറഞ്ഞതുപോലെ മനു മറ്റുള്ളവരെ മാത്രമല്ല തന്നെ തന്നെയും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. തനിക്ക് സംഭവിച്ചതായി മനു കരുതുന്ന ആ കഴിവുകേടുകൾ പോലും വെറും തെറ്റിദ്ധാരണയാവും. ആ ധാരണ തിരുത്താൻ തനിക്ക് കഴിയുമോ? ജിജി തൻ്റെ സ്ക്രിബ്ലിംഗ് പാടും പേനയും എടുത്ത് എഴുത്തുമേശയുടെ അരികിലെത്തി. ലഭിച്ച അത്രയും വിവരങ്ങൾ തിരുത്തി പാർവതിയുടെ കഥ പൂർണ്ണമാക്കുകയായിരുന്നു അവളുടെ ഉദ്ദേശം. പാർവതിയുടെ കണ്ണീരണിഞ്ഞ മുഖം ജിജിയുടെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു. കിടക്കറ ബന്ധം പോലും നിഷേധിച്ചിട്ടും മനുവിനെതിരെ ചിന്തിക്കാതിരുന്നവളാണ് പാർവതി. സുന്ദരിയും സമ്പന്നയുമായിരുന്ന അവൾ. ഏത് നിമിഷവും അവൾക്ക് മനുവിനെ വിട്ടിട്ട് ഓടിപ്പോകാമായിരുന്നു. എന്നിട്ടും മനുവിൻ്റെ എല്ലാ പീഡനങ്ങളും സഹിച്ച ആ സാധു പെൺകുട്ടി അയാളോടൊപ്പം മരണം വരെ ജീവിച്ചു. ഏതുതരം മരണമായിരുന്നു അത്? കത്തിക്കരിഞ്ഞ്. എന്നാൽ അതെങ്ങനെ സംഭവിച്ചു? മനു പാർവതി ആ വീട്ടിനുള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. എങ്കിൽ പ്രാണവേദനയോടെ പുറത്തു കിടക്കാനായി അവൾ ആ മുറിയിലൂടെ ഓടി നടന്നിരിക്കില്ലേ? ജീസസ്! ആ രംഗം സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. പെട്ടെന്ന് പുറത്തൊരു കാറ് വന്നതെന്ന ശബ്ദം കേട്ടു. സ്ക്രിബ്ലിംഗ് പാഡ് അടച്ച് കിടക്കയുടെ അടിയിൽ നിക്ഷേപിച്ച ശേഷം ജിജി കിടക്കയിൽ കമന്നു കിടന്നു. മനു തിരിച്ചെത്തിയതാവാം, അല്ലെങ്കിൽ മനുവിനെ തേടിയെത്തിയ ആരെങ്കിലും. എന്തുമാവട്ടെ, തന്നെ അത് ബാധിക്കില്ല. അവളെ കണ്ണുകളിൽ ഇറുക്കെ പൂട്ടിവെച്ച് ഉറക്കം നടിച്ചു. നിമിഷങ്ങൾ. പതിഞ്ഞ കാലച്ച മുറിയിലെ ആരോ പ്രവേശിച്ചതായിട്ട് അവൾക്ക് തോന്നി. പ്രതീക്ഷ മറന്ന് അവൾ മുഖമുയർത്തി നോക്കി. മനു. മന്ദഹസിക്കുന്ന മുഖം. വലങ്കയിൽ എന്തോ ചുരുട്ടി പിടിച്ചിരിക്കുന്നു. ജിജി നോക്കിയതും അയാളുടെ കൈത്തലം വിടർത്തി. ഇത് ജിജിക്കുള്ളതാണ്. എന്താണിത്? കിടന്ന കിടപ്പിൽ തന്നെ അവൾ ആരാഞ്ഞു. ഒരു ജോഡി ചിലങ്കുകൾ, കനകച്ചിലങ്കുകൾ. പാർവതിയുടേതല്ലേ? അല്ല, ഞാനിത് പുതിയതായിട്ട് വാങ്ങിയതാണ്. ജിജി കിടക്ക വിട്ട് എഴുന്നേറ്റു. കത്തുന്ന മിഴികളോടെ മനുവിനെ നേരിട്ടു. ചിലങ്കുകളല്ലാതെ ചങ്ങലകളാണ്, കാൽച്ചങ്ങലകൾ. പാർവതിയുടെ കാലിൽ കിടന്നിരുന്ന അതേതരം ചങ്ങലകൾ. മനുവിൻ്റെ മുഖം ചുവന്നു. ജിജി അവൻ്റെ നേരെ കൈ നീട്ടി. തരൂ, എന്നെയും ചങ്ങലക്കിടൂ, എന്നിട്ട് ചുട്ടു ചാമ്പലാക്കൂ. രക്ഷപ്പെടാമല്ലോ. മനുവിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. രക്ഷപ്പെടാൻ ഈ വീടിന് വേണ്ടുവോളം വാതിലുകളുണ്ട്. ഒന്നും ഞാൻ ബന്ധിച്ചിട്ടില്ല. രക്ഷപ്പെട്ടോളൂ, എവിടേക്കെങ്കിലും രക്ഷപ്പെട്ടോളൂ. എങ്ങനെ എനിക്കങ്ങനെ രക്ഷപ്പെടാനാവില്ല മനു. എല്ലാ വാതിലുകളും തുറന്നിട്ടാലും എനിക്ക് രക്ഷപ്പെടാനാവില്ല. ഈ കൂടിനെ ഞാൻ സ്നേഹിച്ചു പോയി. ഈ ബന്ധനവുമായി ഞാൻ ഇണങ്ങിപ്പോയി. ക്രൂരമായ ഈ സ്നേഹത്തിൻ്റെ ചങ്ങലയെപ്പോലും ഞാൻ സ്നേഹിച്ചു പോയി. അത് പൊട്ടിച്ചു പോകാൻ മരണം കൊണ്ട് എനിക്കാവും. ജിജി വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു. പിന്നെ കുഴഞ്ഞ് മനുവിൻ്റെ കാൽക്കലേക്ക് വീണു. ആ പാദത്തിൽ മുഖം വെച്ച് കണ്ണീർ കൊണ്ട് കഴുകി. മനു പിടഞ്ഞു മാറുമെന്ന് ജിജി കരുതി. പക്ഷെ അവൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ മെല്ലെ കുനിഞ്ഞു. വളരെ സാവധാനം അവളെ പിടിച്ചുയർത്തി. അപ്പോഴേക്കും ജിജി ആ നെഞ്ചിലേക്ക് വീണുപോയി. എന്നെ കൊന്നുകളയും മനു. ഇങ്ങനെ അകറ്റി നിർത്തുന്നതിലും ഭേദം അതാണ്. ഈ കൈവെള്ള കൊണ്ടുള്ള മരണം പോലും എനിക്ക് പ്രിയങ്കരാണ്. ഞാൻ മനുവിനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അതെ, അഗ്നിയെ സ്നേഹിക്കുന്ന ശലഭത്തെപ്പോലെ. എന്തും സംഭവിച്ചുകൊള്ളട്ടെ. മനുവിന് എന്ത് കുഴപ്പമുണ്ടെങ്കിലും ഞാൻ സഹിക്കും. മനു ഒരു കുഷ്ഠരോഗിയായി മാറിയാൽ പോലും ഇതേ വികാരത്തോടെ ഈ നെഞ്ചിൽ ഞാൻ പറ്റിക്കിടക്കും. ഐ ലവ് യു മനു. ഈ നിശ്വാസമായി തങ്ങി നിൽക്കുന്നിടത്ത് നിന്നല്ലാതാവേ എനിക്ക് ഈ ശ്വാസമായി സ്വീകരിക്കാനാവില്ല പൊന്നെ.
അവസാന വാചകം മനുവിലുണ്ടായിരുന്ന കമ്പനം ജിജി വ്യക്തമായി തിരിച്ചറിഞ്ഞു. തുടർന്നവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചത്. മനുവിൻ്റെ കൈകൾ മുറുകുന്നു. ആനന്ദകരമായ വിസ്മയം. അവിശ്വാസത്തിലെ അവൾ മിഴികൾ തുറന്നു. താൻ ഒരാലിംഗലത്തിൽ അമർന്നതായിട്ട് അവൾ അറിഞ്ഞു. 6 മാസത്തെ ദാമ്പത്യത്തിലെ ആദ്യ അനുഭവം. അവളൊരു പൂവായി വിടർന്നു. ആ അതിമൃദുല ദളങ്ങളിൽ മഞ്ഞുമണികൾ ഉണർന്നു വീണു. അധ്യായം 27. പെട്ടെന്നാണ് ആരിൽ നിന്നോ വിലക്കുണ്ടായതുപോലെ മനുവിൻ്റെ കൈകൾ അയഞ്ഞത്. അവൻ ജിജിയെ തന്നിൽ നിന്നും തള്ളിയാറ്റി. നോ മനു പിറുപിറുത്തു. എന്നെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കണ്ട. എനിക്ക് നിന്നിലെ അല്പവും ഇല്ല ഭ്രമം. പക്ഷെ അത് പറയുമ്പോഴും മനുവിൻ്റെ ശരീരം വല്ലാതെ വിറയ്ക്കൊള്ളുന്നുണ്ടായിരുന്നു. നീ ചതിക്കുന്നവളാണ്. നീ സദാ നമുക്കിടയിലെ നിബന്ധനകൾ മറക്കുന്നു. എന്താണ് ഈ നിബന്ധന? ഒരു പൊട്ടിത്തെറിയോടെ ജിജി ചോദിച്ചു. ആദ്യം ഞാൻ വിചാരിച്ചത് പാർവതിക്ക് വേണ്ടിയായിരിക്കും മനു ആ നിബന്ധന വെച്ചതെന്നാണ്. പിന്നീട് തോന്നി സ്വന്തം കഴിവുകേട് മറയ്ക്കാനാണ് മനു ഇങ്ങനെയൊക്കെ ഒരു ഉടമ്പടിയുടെ പിന്നിൽ ഒളിച്ചിരിക്കുന്നതെന്ന്. ഇപ്പം ഞാൻ സംശയിക്കുന്നു. ഞാൻ വിചാരിച്ചതൊന്നുമല്ല കാരണം. മനു പാർവതിയോടും ഇങ്ങനെ തന്നെയായിരുന്നു. അത് ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകേട് കൊണ്ടല്ലതാണ്. പിന്നെ എന്താണ് പ്രശ്നം? അതാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. വേണ്ട, ആരും എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കണ്ട. അതെനിക്കിഷ്ടമല്ല. ഞാൻ മനുവിൻ്റെ ഭാര്യയാണ്. മനുവിനെ മനസ്സിലാക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. ഈ ജീവനവും ജീവിതവും നഷ്ടപ്പെടുത്തിയിട്ടായാലും ഞാനത് സാധിക്കും. ബിക്കോസ് ഐ ലവ് യു. ഐ ലവ് യു ദൻ ഐ ലവ് യു മൈസെൽഫ്. ജിജി വിങ്ങിക്കരഞ്ഞു. എന്നാൽ അവൾ കണ്ണുനീര് തുടച്ച് മുഖവും ഉയർത്തിയപ്പോൾ അവളുടെ മുന്നിൽ മനു ഉണ്ടായിരുന്നില്ല. മനു ഒരു സമസ്യയായിട്ട് അവൾക്ക് തോന്നി. ഉത്തരമില്ലാത്ത ഒരു കടങ്കഥ. എന്തെല്ലാമോ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു നിഗൂഢയറ. കള്ളൻ. ദമ്പതികളെ 2 വ്യക്തികളാണ്. എങ്കിലും ഇത്രമാത്രം അന്യരും അപരിചിതരുമാവാൻ പാടില്ല. മനുവിൽ തനിക്ക് അവകാശമുണ്ട്. ഒരൊപ്പിൻ്റെയും കൂതാശിയുടെ അവകാശമല്ല. താൻ അർപ്പിച്ച സ്നേഹത്തിൻ്റെ അവകാശം. ഇനിയും അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. മനുവിനെ അയാളുടെ പാട്ടിന് വിടണമായിരുന്നെങ്കിൽ അതെത്രയോ നേരത്തെ ആകാമായിരുന്നു. നീലഗിരിയിലെ ആദ്യ സന്ദർശന വേളയിൽ തന്നെ. ഇനി വയ്യ. യുദ്ധം ചെയ്ത് പിടിച്ചു വാങ്ങിയത് സ്നേഹമായിരുന്നില്ല, കടുത്ത ആത്മസംഘർഷവും തീവ്ര നൊമ്പരവുമായിരുന്നു. എങ്കിലും മനുവിനെ ഉപേക്ഷിക്കുക വയ്യ. ഈ നൊമ്പരത്തിൽ നിന്നും താൻ പൂക്കൾ വിരിയിക്കും. ഡോക്ടർ സദാശിവൻ്റെ അടുത്ത് ഏറ്റുപറഞ്ഞ തരത്തിലുള്ള യാതൊരു കഴിവുകളും മനുവിനില്ല. ഉണ്ടായിരുന്നെങ്കിൽ അത് പാർവതിയുടെ അടുത്ത് മാത്രമായിരുന്നു. പാർവതിയോടുള്ള അതിര് കടന്ന ഭക്തിയാവാം അവളെ ഒരു മനുഷ്യ സ്ത്രീയായിട്ട് കരുതുന്നതിൽ നിന്നും മനുവിനെ തടഞ്ഞത്. അല്ലെങ്കിൽ ആ മോട്ടോർ ആക്സിഡൻ്റ് ഉണ്ടാക്കിയ താൽക്കാലിക സന്ദേഹമാവാം. എന്തായാലും ഇപ്പം മനു ഒരു സാധാരണ പുരുഷൻ തന്നെ. ആ ആലിംഗനം ഒരു കരുത്തനായ പുരുഷൻ്റേതായിരുന്നു. വികാരാവേശത്തിൻ്റെ പരിലാളനകൾ ആ സ്പർശം തന്നെ കോരിത്തെരിപ്പിച്ചു. ആ ശരീരത്തിൽ ഊഷ്മാവ് പെരുകുന്നതും വിജൃംഭണത്തിലെ അംഗോപാംഗങ്ങൾ വിറകൊള്ളുന്നതും താൻ അനുഭവിച്ചറിഞ്ഞതാണ്. പെട്ടെന്ന് ആരുടെയോ താക്കീത് കേട്ടെന്ന പോലെ മനു ഒഴിഞ്ഞു മാറിയത്. പാർവതിയോട് അനീതി കാണിക്കുകയാണെന്ന് തോന്നിയതിലാവാം. പാർവതിക്ക് നൽകാൻ കഴിയാത്ത നിർവൃതികളൊന്നും മറ്റാർക്കും നൽകില്ലെന്ന വാശിയാവാം. പാർവതിയിൽ നിന്ന് ലഭിക്കാതെ പോയത് മറ്റാരിൽ നിന്നും കൈകൊള്ളില്ലെന്ന വാശിയാവാം. പാർവതിയോടുള്ള സ്നേഹവും കടപ്പാടും സൃഷ്ടിക്കുന്ന വാശി. അപൂർവ നന്മയിലേക്കുള്ള അത്തരം കരുതൽ പ്രകടമാവും. നന്മ കൂടുതലായതാണോ മനുവിൻ്റെ പ്രശ്നം? ജിജി സാവധാനം മനുവിൻ്റെ കിടക്കറയിലേക്ക് നടന്നു. വാതിക്കൽ ചെന്ന് എത്തി നോക്കി. മനു മുറിയിലില്ല. പുറത്തു പോയിട്ടുണ്ടാവുമോ? തിരിഞ്ഞു നടക്കാനിറങ്ങിയ ജിജി പെട്ടെന്ന് നിന്നു. കിടക്കറയോട് ചേർന്നുള്ള കുളിമുറിയിൽ വെള്ളം വീഴുന്നുണ്ട്. ഷവറിൽ നിന്നും വെള്ളം തെറിച്ചു വീഴുന്ന ശബ്ദം. ജിജിയുടെ ചുണ്ടിൽ ചിരിയൂറി. താൻ സംശയിച്ചത് ശരിയാണ്. ഡോക്ടർ സദാശിവൻ്റെ അടുത്ത് ഏറ്റുപറഞ്ഞ തരത്തിൽ യാതൊരു തകരാറും മനുവിനില്ല. സ്ത്രീയുടെ സ്പർശം ആ സിരകളിലെ രക്തത്തെ ചൂട് പിടിപ്പിക്കുന്നുണ്ട്. അത് തണുപ്പിക്കാനാണ് ഷവറിന് കീഴിൽ നിൽക്കുന്നത്. ഇതൊരു നല്ല സൂചനയാണ്. ഹംസ തടാക എന്ന കൊട്ടാര സദൃശമായ ഈ വലിയ വീട്ടിൽ എത്തിയ ശേഷം ആദ്യം ലഭിക്കുന്ന ശുഭസൂചന. ജിജി തിരിഞ്ഞു നടന്നു. രാത്രിയിലേക്ക് മനുവിന് ഇഷ്ടമുള്ള വിഭവങ്ങൾ തന്നെ അവൾ തയ്യാറാക്കി. അടുക്കളയിൽ നിന്ന് നേരെ കടന്നത് ബാത്റൂമിലേക്കാണ്. വാട്ടർ ഹീറ്റർ ഓൺ ചെയ്തു ബാത്ടബിലെ സുഗന്ധം അലയിച്ച ചെറു ചൂടുവെള്ളത്തിൽ ആഡംബരമായൊരു കുളി. എന്നത്തേതിലും സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി. വേഷത്തിലോ ഭാവത്തിലോ പാർവതിയുമായി യാതൊരു പൊരുത്തവും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു.
പാർവതിയുടെ ഓർമ്മ മനുവിൻ്റെ കരുത്ത് ചോർത്തിയേക്കാം. തീന്മേശക്കരികിൽ മനു ആഹ്ലാദവാനായിരുന്നു. തൊട്ടു മുമ്പേ സംഭവിച്ചെല്ലാം മറന്ന മട്ട്. അതേക്കുറിച്ച് ഇനിയും പുനഃപരിശോധന വേണ്ടതില്ലെന്ന് ജിജിയും തീരുമാനിച്ചു. സപ്പർ കഴിഞ്ഞ് മനു വാഷ് ബേസിനരികത്തെത്തിയതും കൈ കഴുകി തിരിഞ്ഞപ്പോഴും ടവലുമായിട്ട് ജിജി ഓടി അരികിലണഞ്ഞു. ടവല് വാങ്ങി കൈയും മുഖവും തുടച്ചുകൊണ്ട് മനു ജിജിയെ നോക്കി മന്ദഹസിച്ചു. അത്താഴം മനുവിനെ അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ജിജി വെറുതെ ഉപചാരം പറഞ്ഞു. നോ, മോസ്റ്റ് ഡെലീഷ്യസ്, മനു തിരുത്തി. ആ അഭിനന്ദനം ജിജിയെ യാഥാർത്ഥ്യത്തിൽ ആനന്ദിപ്പിച്ചു. ആ പുളകത്തിൽ നിന്നും ജിജി ഉണരും മുമ്പേ മനുവിൽ വീണ്ടും സ്തുതി. ജിജി ഇന്ന് കൂടുതൽ സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു മനു. ജിജി നാണത്തോടെ മുഖം കുനിച്ചു. അവൾ മുഖം ഉയർത്തിയപ്പോഴേക്കും മനു തീൻമുറിയുടെ പുറത്ത് കടന്നിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ജിജിയും പിന്നാലെ ചെന്നു. അടുത്തതായിട്ട് അഭിനയിക്കേണ്ട നാടകത്തിലെ ഓരോ നിമിഷവും ഓരോ വചനവും അവൾ മനസ്സിലടുക്കിയിരുന്നു. വെള്ളിത്തട്ടത്തിൽ ആപ്പിൾ തുണ്ടുകൾ കരുതിയിരുന്നു. അവൾ മനുവിൻ്റെ കിടക്കറയിലെ വാതിക്കലെത്തി. മനു ആട്ടുകട്ടിൽ മലർന്നു കിടക്കായിരുന്നു. ഊണിന് ശേഷം ഫലം എന്നുണ്ട്, ജിജി ചെറുചിരിയോടെ അറിയിച്ചു. മനുവിൻ്റെ മുഖത്ത് ചെറുപുഞ്ചിരി തെളിഞ്ഞു. ബാംഗ്ലൂരിൽ ജീവിച്ച ആള് ഈയിടെ തനി നാട്ടുംപുറത്തുകാരിയായി തീർന്നിട്ടുണ്ട്. എങ്കിൽ നാഗരിക ശൈലിയിൽ തന്നെ പറയാം, ആൻ ആപ്പിൾ ഡേ കീപ്സ് ദി ഡോക്ടർ എവേ എന്ന. തീന്മേശയിൽ വിളമ്പിയിരുന്ന ആപ്പിൾ ഞാൻ കാണാതെയല്ല ഉപേക്ഷിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഊണിന് ശേഷം ഒരു ഫലമില്ല. മൂന്നും കുട്ടി ഒരു മുറുക്കാണ്. ജിജി പൊട്ടിച്ചിരിച്ചു പോയി. അത് പാർവതി പഠിപ്പിച്ചതാവും. തമിഴ് ബ്രാഹ്മണരുടെ ശീലമാണെന്ന് കേട്ടിട്ടുണ്ട്. പെട്ടെന്ന് വിളക്ക് കെടും പോലെ മനുവിൻ്റെ മുഖം മാറിയത്. അനവസരത്തിൽ താൻ വീണ്ടും പാർവതിയെക്കുറിച്ച് മനുവിനെ ഓർമ്മിപ്പിച്ചിരുന്നെന്ന് ജിജി കുറ്റബോധത്തോടെ മനസ്സിലാക്കി. ഐ ആം സോറി മനു. ഉടൻ ജിജി ക്ഷമാപണം ചെയ്തു. ഇറ്റ്സ് ഓൾ റൈറ്റ്. മനു വീണ്ടും പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പിന്നെ ആവശ്യപ്പെട്ടു, ഒരു തുണ്ട് ആപ്പിൾ തന്നേക്കൂ, ജിജിയുടെ ആരോഗ്യത്തിന്. താങ്ക് യു മനു. ജിജി അത്യധികമായ ആനന്ദത്തോടെ വെള്ളിത്തട്ടം മനുവിൻ്റെ അരികിലെത്തിച്ചു. മനു ഒരു ആപ്പിൾ കഷ്ണം എടുത്ത് ചവച്ചു. ആ നിമിഷം ജിജി മനുവിൻ്റെ കാൽ ചൂട്ടിലായി ആട്ടുകട്ടിലിരുന്നു. ജിജിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. അവളെ ഒഴിവാക്കാൻ വേണ്ടിയെന്നോണമായിരുന്നു മനുവിൻ്റെ ചോദ്യം. ജിജിക്കത് മനസ്സിലായി. അവളെ നിഷേധത്തിൽ മുക്കുടക്കി. തീരെയില്ല, എനിക്ക് ഇത്ര നേരത്തെ ഒന്നും ഉറക്കം വരില്ല. പക്ഷെ എനിക്കങ്ങനെയല്ല. ഭക്ഷണം കഴിഞ്ഞാൽ ഉടൻ ഉറക്കം വരും. അത് കൊള്ളാം. ഞാനിവിടെ വന്ന സമയത്ത് മനു എത്രയോ വൈകി ഉറങ്ങിയിരുന്നത്. എൻ്റെ നൃത്തം കാണാനായി മനു ജനാലക്കരികിൽ ഉറക്കളച്ച് നിന്നിരുന്ന ഓർമ്മയുണ്ടല്ലോ. ചമ്മലൊടിക്കാൻ മനു വെറുതെ ചിരിച്ചു. ജിജിയും ആ ചിരിയിൽ പങ്കുചേർന്നു. പിന്നെ ചോദിച്ചു, നോക്കൂ, ഇന്ന് ഞാനും ഈ മുറിയിൽ ഉറങ്ങിക്കൊള്ളട്ടെ. മനു വല്ലാതെ വിളറി. മനു വിഷമിക്കണ്ട, ഞാൻ ഈ നിലത്ത് കിടന്നോളാം. മനു വെച്ച നിബന്ധനകൾ മറന്നുകൊണ്ടല്ല പറയുന്നത്. ലോകത്തിൻ്റെ കണ്ണിൽ നാം ദമ്പതികളാണ്. നാം ഇങ്ങനെ 2 മുറികളിൽ ഉറങ്ങുന്നത് എന്തെങ്കിലും ആരുടെയെങ്കിലും കണ്ണിൽപ്പെട്ടാൽ അത് നമുക്ക് രണ്ടുപേർക്കും അപമാനമാണ്. തൻ്റെ വാക്കുകൾക്ക് മുന്നിൽ മനു തളരുന്നത് പോലെ ജിജിക്ക് തോന്നി. അവൾക്ക് ഉത്സാഹമായി. ഒരേ കിടക്കറയിൽ ഉറങ്ങിക്കൊണ്ട് തന്നെ നമുക്ക് തികച്ചും അന്യരായി ജീവിക്കാൻ കഴിയല്ലോ. മനു ഈ കിടക്കയിൽ ഉറങ്ങുമ്പോൾ താഴെ ഞാൻ വെറും നിലത്ത് മനുവിനെ യാതൊരു ശല്യം ഉണ്ടാക്കാതെ വെറുതെ നിലത്ത് കിടന്ന് എന്തിനാ അസുഖം ഉണ്ടാക്കുന്നത്? മനു ഇടയ്ക്ക് കയറി ചോദിച്ചു. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് ജിജി നിർദ്ദേശിച്ചു. ഇതേ കിടക്കയുടെ ഒരു അരികിൽ ഞാനും കിടന്നോളാം. എനിക്ക് നിശ്ചയിച്ചൊന്നും ഞാൻ ബലമായിട്ട് പിടിച്ചു വാങ്ങാൻ ഒരുങ്ങിയില്ല. അതേക്കുറിച്ച് ഓർമ്മിക്കുക പോലും ചെയ്യില്ല. ഇത്രയും കാലം കൊണ്ട് മനുവിനെ അത് ബോധ്യമായി കാണല്ലോ. കൃത്യ അകലം പാലിച്ചുകൊണ്ട് ഞാൻ ഈ കിടക്കയിൽ. മനു ശബ്ദിച്ചില്ല. മനുവിൻ്റെ നിശ്വാസമായി തങ്ങി നിൽക്കുന്നിടത്തു നിന്നല്ലാതെ എനിക്ക് ശ്വാസമായി സ്വീകരിക്കാനാവില്ല. മനു വിടർന്ന വിഴികളാൽ ജിജിയെ നോക്കി. അവനിൽ നേരത്തെ കിതപ്പ് വരുന്നത് അവൾ കണ്ടു. നോക്കൂ മനു, നമുക്ക് നമ്മെ അറിയാലോ. നമുക്ക് നമ്മെ വിശ്വാസമുണ്ട്, പിന്നെന്താ? ചോദ്യത്തോടൊപ്പം ജിജി മനുവിൻ്റെ അരികിലേക്ക് കിടക്കയിലേക്ക് ചാഞ്ഞു. ഐ ലവ് യു മനു. അവളുടെ മുഖം അവൻ്റെ വിരലുകളിൽ പതിഞ്ഞു. ആ നിശ്വാസം വിരൽ തുമ്പുകളെ പൊള്ളിച്ചു. മനു കൈ പിൻവലിച്ചില്ല. എന്നും ഈ മുറിയിൽ, എന്നും ഈ കിടക്കയിൽ. ജിജിയുടെ സ്വരം വിതുമ്പി. അതിൽ പരം ഭാഗ്യം മറ്റെന്തുണ്ട് എനിക്ക്? അവളെ കരയാൻ തുടങ്ങി. എനിക്ക് മറ്റൊന്നും വേണ്ട, ഈ സാമീപ്യം മാത്രം. മനുവിന് എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും ഞാനത് സഹിക്കും. മനു ഒരു കുഷ്ഠരോഗിയായാൽ പോലും ഈ അരികിലിരുന്ന് ഞാൻ ശുശ്രൂഷിക്കും. ലോകം മുഴുവൻ മനുവിനെ വെറുത്താലും എൻ്റെ സ്വപ്നത്തിൽ മനു ഒരു രാജകുമാരനായിരിക്കും. മനു ഒരു കൊലപാതകയായാൽ പോലും ഞാൻ പൊറുക്കും. ഇത്ര മനസ്സോടെ മനുവിനെ സ്നേഹിക്കും.
ഇതേ മനസ്സോടെ. പെട്ടെന്ന് അവളെ കോരിത്തെരിപ്പിൽ ആഴ്ത്തിക്കൊണ്ട് മനുവിൻ്റെ വലതു കൈത്തലം ജിജിയുടെ ശിരസിൽ അമർന്നു. ഓ എൻ്റെ മനു. സ്വയം മറന്നോണം ജിജി സ്വന്തം മുഖം മനുവിൻ്റെ നെഞ്ചിൽ അമർത്തി. എനിക്ക് ഈ സ്നേഹം മാത്രം മതി, ഈ സ്നേഹം മാത്രം. യെസ്, ഐ ലവ് യു, ഐ ലവ് യു. ഉറക്കത്തിലെന്നോണം മനു മന്ത്രിച്ചു. അവൻ്റെ കൈകൾ ജിജിയുടെ മുടിയിഴകളിലൂടെ പരതി നടന്നു. ഒടുവിൽ അവളുടെ ശരീരത്തെ വലയം ചെയ്തു. ഓ മനു, എന്നെ ഈ കൈകളുടെ തടവിലിട്ടോളൂ. ഒരിക്കലും പുറത്തു കടക്കാനാവാത്ത വിധം എന്നെ സ്നേഹിച്ചു കൊന്നോളൂ. മനുവിനെതിരായിട്ട് ഒരു വാക്കുപോലും, ഒരു നിശ്വാസം പോലും എന്നിൽ നിന്നും പുറപ്പെടില്ല. മനു എന്നെ കഴുത്തു ഞെരിച്ച് കൊന്നുവന്നിരിക്കട്ടെ. നീതിപാലകൻ മനുവിനെ കോടതിയിലെത്തിച്ചു വന്നിരിക്കട്ടെ. എൻ്റെ ആത്മാവ് മനുവിന് വേണ്ടി സാക്ഷി പറയാൻ ആ കോടതിയിലെത്തും. ഓ മൈ ഗുഡി ഗേൾ, മോസ്റ്റ് ഗുഡി ഗേൾ. മനു പൊട്ടിക്കരഞ്ഞു. അവൻ്റെ കൈകൾ അവളെ വരിഞ്ഞു മുറുക്കി. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണാന്നേ. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട് ഓൺ സ്ലീപ്പിംഗ് വിൽസ് ഓഡിയോ ടൈം. അപ്പോൾ വീണ്ടും കാണാം. ബൈ.